കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും കോൺഗ്രസും UDF ഒക്കെ അധികാരത്തിൽ വന്നാൽ അത് വലിയ അണ്ടർലൈൻ ചെയ്ത് കേൾക്കേണ്ടതാണ്. UDF 71 സീറ്റ് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം 2021 ഇതുപോലെ തന്നെ ആരൊക്കെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുമെന്നും വകുപ്പ് വിഭജനവും ഈവൻ അപ്പോയിൻ്റ് ചെയ്യേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ IPS IAS ഒക്കെ ലിസ്റ്റ് വരെ തയ്യാറാക്കിയിരുന്നു. പിന്നെ അതൊന്നും വേണ്ടി വന്നില്ല. കാരണം ഇവരൊന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ജനങ്ങൾ 99 സീറ്റ് കൊടുത്ത് LDF തന്നെ അധികാരത്തിലേറ്റി. അപ്പോൾ അങ്ങനെ അധികാരത്തിലേറ്റി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പിണറായി വിജയനും അവരൊക്കെ കൂടി പണികളൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇവർക്ക് ഫ്രീ ആയിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇരിക്കാൻ പറ്റി. കൂട്ടത്തിൽ പുള്ളീനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പറയാതെ തന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ അതുകൊണ്ട് പുള്ളിയും ടോട്ടലി ഫ്രീ ആയി. പിന്നെ MLA എന്നുള്ള നിലക്കുള്ള ഒരു വർക്ക് മാത്രമേ പാവം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത്തവണ അതല്ല സ്ഥിതി. ഇത്തവണ ഏതാണ്ട് 3 പേരും കടുത്ത മത്സരത്തിലാണ് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിന്. അതിന് പണിയെടുത്തവൻ നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശന് വേണ്ടി നിരവധി ആളുകൾ രംഗത്തുണ്ട്. അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സൈബർ വിങ് തന്നെ വർക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം പുറമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് PR ടീമൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ബിമല ബിനുവിനെ പോലെയുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി PR പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ചെയ്യുന്നതിനൊന്നും തെറ്റൊന്നുമില്ല, അതൊക്കെ ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രമേശ് ചെന്നിത്തല അത്തരത്തിൽ ഒരു നമ്മുടെ ഒരു കാഴ്ചയിലുണ്ടായിരുന്നില്ല ഈ മത്സരത്തിൽ. പക്ഷെ അദ്ദേഹവും ഇപ്പം തന്നെ കേരള യാത്ര എന്ന് പറയുന്ന പോഡ്കാസ്റ്റുമൊക്കെ ആയിട്ട് രംഗത്തേക്ക് വരികയും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ജനനായകൻ എന്ന് പറയുന്നത്, ജനനായകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വിജയുടെ ജനനായകനല്ല, അത് റിലീസ് ചെയ്യാൻ അനുമതി കിട്ടിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജനനായകൻ എന്ന് പറയുന്ന AI ക്രിയേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്തു. അതായത് പുഷ്പനെ അറിയാമോ എന്ന പാട്ടിൻ്റെ പാരഡിയായിട്ട് രമേശ് ചെന്നിത്തല അറിയാൻ പാടില്ലാത്തവരൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള പാരഡി പുറത്തേക്ക് വിട്ടത്. KC വേണുഗോപാലിന് വേണ്ടിയിട്ട് നമുക്കറിയാം റോജി M ജോൺ മുതൽ മൂവാറ്റുപുഴ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ മുതൽ നിരവധി ആളുകൾ, പഴകുളം മധു അടക്കമുള്ള ആളുകളൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ യുദ്ധം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. രമേശ് ചെന്നിത്തല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പദ്ധതികളും ഇടുന്നു. അതുകൂടാതെ KC വേണുഗോപാലിൻ്റെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ കറണ്ട് ബുക്സ് ആണെന്ന് തോന്നുന്നത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ KC വേണുഗോപാലിൻ്റെ പാട്ട് നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. ഇങ്ങനെ വലിയ യുദ്ധത്തിലാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയേണ്ടതാണ്. പക്ഷെ അങ്ങനെ കഴിയുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. എക്കാലത്തും ഘടകകക്ഷികളുടെ ഒരു അഭിപ്രായത്തിന് കൂടി വലിയ വില ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഘടകകക്ഷികളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പലപ്പോഴും പല മുഖ്യമന്ത്രിമാരെയും തന്നെ കോൺഗ്രസിനകത്ത് നിന്നുള്ള പടലപ്പിണക്കങ്ങളുടെ ഭാഗമായി മറിച്ചിട്ടിട്ടുള്ളത് എന്ന് പറയുന്ന ചരിത്രമുണ്ട്. അത് K കരുണാകരൻ മുതൽ AK ആന്റണി മുതൽ നിരവധി പേർ അത്തരത്തിലുള്ള പല കാര്യങ്ങളും അനുഭവിച്ചവരാണ്. ഞാനിപ്പോൾ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ K കരുണാകരൻ്റെ ഒപ്പം അന്ന് ഘടകകക്ഷികൾ എതിർത്ത് നിന്നതൊക്കെ തന്നെ നമുക്കറിയാം. അദ്ദേഹം മാറേണ്ടി വന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തവണ പക്ഷേ ലീഗിൻ്റെ പിന്തുണ ആർക്കായിരിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അന്ന് അതിന് ഏതാണ്ട് വിരാമമായിരിക്കുന്നു. ഇപ്പം ലീഗ് കൃത്യമായി പറഞ്ഞേക്കണത് ഞങ്ങളുടെ പിന്തുണ VD സതീശനായിരിക്കും എന്നുള്ളതാണ് അവർ ഇൻഡയറക്റ്റായി പറഞ്ഞേക്കണത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെമ്പർഷിപ്പ് ഒരു 179 ആദ്യത്തെ ലെവൽ, രണ്ടാമത്തേത് 359. താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഒരു Google Pay നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. അതിലേക്കും താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഫിനാൻഷ്യലി താല്പര്യമുള്ളവർക്ക് മാത്രം. ഈ ചാനൽ ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് താല്പര്യമുള്ളവർക്ക്, കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക്, ഇനി അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഈ വീഡിയോകൾ കാണുകയും താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നാൽ, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നതാധികാര സമിതി യോഗം കൂടിയിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഉന്നതതല യോഗം കൂടിയിരുന്നു. ആ യോഗം കൂടിയതിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. ആ പത്രസമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ജനപിന്തുണ പരിഗണിക്കണം ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ജനപിന്തുണ ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമുക്ക് ധരിക്കുന്നത് സ്വാഭാവികമായിട്ടും VD സതീശൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ അത്തരത്തിലൊരു ജനപിന്തുണ ഉണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നാച്ചുറൽ പ്രോസസ്സ് എന്നുള്ള നിലക്ക് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആകണം എന്ന് വിചാരിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാരുണ്ട്. രണ്ടാമത്തേത് കീഴ്വഴക്കം മാനിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഓപ്പോസിഷൻ ലീഡറായി പ്രവർത്തിക്കുമ്പോൾ സാധാരണ ഒരു കീഴ്വഴക്കം അനുസരിച്ച് അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രിയാവുക. അപ്പോൾ ഇത് രണ്ടുമാണ് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ളതിന് ഒരു വലിയ അപകടം കൂടിയുണ്ട് എന്നുള്ളത് ഞാൻ കരുതുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗ് ഇനി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടുത്ത പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങളോടൊക്കെ തന്നെ ആ സമയത്ത് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്.
അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഡിസ്കസ് ചെയ്യും പറഞ്ഞാലും ഇല്ലെങ്കിലും, പക്ഷേ ഡിസ്കസ് ചെയ്യണം. ആ ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് ഹൈക്കമാൻഡിനോട് ഡിസ്കസ് ചെയ്യാറുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഇനി നടത്തിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് അത്തരത്തിൽ വഴങ്ങിക്കൊടുത്താൽ വലിയ അപകടമാണ് കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ലീഗിൻ്റെ അഭിപ്രായം കേൾക്കുന്നുകൊണ്ടല്ല, പകരം ലീഗ് ഈ തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗ് ഈ തീരുമാനമെടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഒരു സ്വാധീനം കൂടി ലീഗിനകത്തുണ്ട്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മീഡിയകളായിട്ടുള്ള മാധ്യമവും കൂടാതെ നമുക്കറിയാം മീഡിയ വണ്ണും അല്ല ഔട്ട് ഓഫ് ഫോക്കസും അതിൽ നടത്തുന്ന ചർച്ചകളും ഒക്കെ തന്നെ KC വേണുഗോപാൽ ഇത് റാഞ്ചാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും പകരം ഒരു നാച്ചുറൽ ചോയ്സായി ഇത് അർഹതപ്പെട്ട ഒരാൾ യഥാർത്ഥത്തിൽ VD സതീശനാണെന്നുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ VD സതീശനാണെന്നുള്ളത് ഈ മീഡിയ വണ്ണും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിച്ചിട്ടുള്ളതും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും അവർക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അവർക്ക് മതരാഷ്ട്രവാദമില്ല, അവരതൊക്കെ കളഞ്ഞിപ്പോൾ നല്ല കുട്ടികളായി എന്ന് പറഞ്ഞ് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളതൊക്കെ VD സതീശനാണ്. അപ്പോൾ VD സതീശനെ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയാക്കിയാൽ, ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ കിട്ടിയാൽ, നേരത്തെ ബാലൻ പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ എതിർത്തിരുന്നു. AK ബാലൻ പറഞ്ഞപ്പോൾ ആ ബാലൻ പറഞ്ഞ കാര്യം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരുന്ന AK ബാലൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മന്ത്രിയായിരുന്നു AK ബാലൻ പറഞ്ഞത്. ആ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്കാരായിരിക്കും ആഭ്യന്തരം ഭരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ചാടി AK ബാലൻ്റെ പുറത്തേക്ക് കയറി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ VD സതീശനാണ് ഭരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളായിട്ടുള്ള മാധ്യമവും അതുപോലെ മീഡിയ വണ്ണുമൊക്കെ ഈ പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിനകത്ത് അവർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നരേറ്റീവ് എന്ന് പറയുന്നത് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് VD സതീശനാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ നരേറ്റീവിൻ്റെ കൂടി സ്വാധീനത്തിൻ്റെ ബലത്തിലാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ മതേതരനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അവർ പോലും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ക്യാമ്പയിനാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നേരത്തെ വയനാട് തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ വിജയരാഘവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ സ്വാധീനം, അതായത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ സ്വാധീനം മുസ്ലിം ലീഗിനകത്ത് കൂടി വരുന്നു എന്നാണ്. അപ്പോൾ അത്തരത്തിൽ കൂടി വരുന്നതിൻ്റെ ലക്ഷണമായിട്ട് കൂടി വേണം നമ്മൾ ഈ തീരുമാനത്തെ കാണാൻ എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാനുണ്ട്. VD സതീശൻ്റെ ഒരു വലിയ പ്രസംഗം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഭൂമി പരന്നതാണ് എന്നൊക്കെ ലോകം മുഴുവൻ വിചാരിച്ചിരുന്നപ്പോൾ അത് നമ്മുടെ സയൻറ്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ കണ്ടുപിടിച്ച് ലോകത്തോട് പറയുന്നതിന് മുമ്പ് തന്നെ അത് മതഗ്രന്ഥമായിട്ടുള്ള ഖുറാനിലുണ്ടായിരുന്നുവെന്നും, അതായത് ഈ പറയുന്ന പോലെ മുഹമ്മദ് നബിയും അതുപോലെ ഖുറാനും ഒക്കെ തന്നെ കണ്ടുപിടിച്ചതാണ് ഇതുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ പറയുന്ന വളരെ കൃത്യമായ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അദ്ദേഹം അങ്ങോട്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പാസ് ചെയ്തുകൊണ്ട് പോലും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ മീഡിയ വണ്ണുമൊക്കെ ഗംഭീര മാധ്യമ സ്ഥാപനങ്ങളാണെന്നും ഇതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മതപരമായിട്ടുള്ള ഒരു കാര്യം, ആ കാര്യത്തെ ഖുറാനിൽ ഇത്തരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും ഇദ്ദേഹം എൻഡോസ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം ആരെയാണ് സുഖിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറന്ന് കളിക്കുകയാണ്. ആ പറന്ന് കളിക്കുന്നതിനോടൊപ്പം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം VD സതീശൻ കൂടി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് ഞാനെതിരല്ല, അദ്ദേഹം മിടുക്കനല്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അദ്ദേഹം ഇങ്ങനെ മുഖ്യമന്ത്രിയായാൽ ഈ കേരളത്തിൽ ഇപ്പം തന്നെ കോൺഗ്രസും UDF ഒക്കെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ SDPയെയും അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗും ഒക്കെ ആയിരിക്കും ഭരിക്കുക എന്ന് പറയുന്ന ഒരു പ്രചരണത്തിന് ആക്കം കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ആക്കം കൂട്ടുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ VD സതീശൻ അവർക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി കൂടി സൃഷ്ടിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇവിടെ വളരും എന്നുള്ളതാണ്. അതിൽ BJPയുടെ ഒട്ടും കൂടുകയോ ഇല്ല എന്നുള്ളതല്ല, രാഷ്ട്രീയ ചിന്താഗതികളും അവരുടെ ഐഡിയോളജികളും ഒക്കെ ആളുകളുടെ ഇടയിൽ വളരുകയും വിഭാഗീയമായിട്ടുള്ള ചിന്തകൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുകയും ചെയ്യും. ഇപ്പം തന്നെ കേരളത്തിൽ അത് വന്നിട്ടുണ്ട്. BJPക്ക് 15% വോട്ടേ കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ കാണാം, നമ്മൾ ഈ കേരളത്തിൽ വിഷയമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിന് പോലും പ്രധാനപ്പെട്ട വിഷയമാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPയും CPMും തമ്മിലുള്ള ഡീലാണ്. കാരണം അത് മുസ്ലിം വോട്ട് ബാങ്കുകളെ കൺസോളിഡേറ്റ് ചെയ്യാനാണ്. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് 100-110 സീറ്റുകളൊക്കെ തന്നെ ലോക്സഭകളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവരുടെ ചിന്താഗതി. കാരണം അത് യാഥാർത്ഥ്യവുമാണ്. കാരണം അവർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം തന്നെ
കൺസോളിഡേറ്റഡ് ആയി ആ സമയത്ത് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനാണ്, കാരണം BJP എതിരിടേണ്ടതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെ ഇവിടെയും സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് BJP CPM ഡീൽ എന്ന് പറയുന്ന ആരോപണം ഉയർത്തിയിട്ടുള്ളത്. കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നോക്കിയാൽ ശബരിമല വലിയ വിഷയമാണ്, തൃശ്ശൂർ പൂരം വിഷയമാണ്, ഇതുപോലെ പൊങ്കാല വിഷയമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിഷയമായി വരുന്നത് ഈ രാഷ്ട്രീയത്തിന് വലിയ പ്രാമുഖ്യം കിട്ടുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിന് വലിയ പ്രാമുഖ്യം കിട്ടാൻ ഒരിക്കൽ കൂടെ ഇടയാകും സതീശന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് മുഖ്യമന്ത്രിയുമായിട്ട് എത്തിയാൽ എന്നുള്ളത് മറന്നു പോകരുത് കോൺഗ്രസ്സുകാർ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ നേരത്തെ 1 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ലീഗും ജമാഅത്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായി കൂടി, അല്ലെങ്കിൽ അവരുടെ പിന്തുണയിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയാകാൻ കഴിയുന്ന ഒരാളായി കൂടി VD സതീശൻ വരുമ്പോൾ ഭൂരിപക്ഷ സമുദായങ്ങളുടെയും ആ സമുദായത്തിൽപ്പെടുന്ന സംഘടനകളുടെയും ഒക്കെ അസംതൃപ്തിയും അതിലുള്ള ആളുകളുടെ അസംതൃപ്തിയും എന്തായിരിക്കുമെന്ന് കേരളം കാത്തിരുന്ന് കാണേണ്ടതാണ്. നേരത്തെ ഒരിക്കൽ കൂടി പറയുന്നു, ഇതിവിടുത്തെ ഒരു പ്രോ സംഘപരിവാർ രാഷ്ട്രീയത്തിന്, BJPയുടെ ഒക്കെ രാഷ്ട്രീയത്തിന് വലിയ വളമിട്ട് കൊടുക്കുന്ന പണിയായി തീരും എന്നുള്ളതാണ് പറയാനുള്ളത്.